റീസെൻ്റ്ലി നമ്മൾ യൂത്ത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി ഒരു പള്ളിയിലച്ചൻ്റെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് ഭയങ്കര അധികമായിട്ട് വൈറലാവുകയുണ്ടായി. നമുക്കത് ഇത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിനെയാണ് അവിടെ അഡ്രസ്സ് ചെയ്തത്. സോ നമുക്കായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളവർക്കായിക്കോട്ടെ, ഇപ്പോഴാണെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്, ഒരു കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവൻ്റ് ആയിക്കോട്ടെ, നമുക്ക് അവിടേക്ക് പോകാനായിട്ട് ലിറ്ററലി പേടിയാണ്. ഒരു 20-25 വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഫേസ് ചെയ്യേണ്ട കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് മോനെ ജോലിയൊന്നും ആയില്ലേ, ജോലി ഉള്ളവരോടാണെങ്കിൽ ശമ്പളം എത്ര, ശമ്പളം അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കല്യാണം ആയില്ലേ, കല്യാണം ആയവരോട് എന്താണ് അവരെ വെറുതെ വിടുമോ, അതുമില്ല, അവരോട് ചോദിക്കും വിശേഷം ആയില്ലേ. ലൈക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നെവർ എൻഡിങ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കിതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരോട് റെസ്പോണ്ട് ചെയ്യുക. മോനെ ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കുന്നവരോട് ഇല്ല ചേച്ചി ജോലിയൊന്നും ആയില്ല, എനിക്ക് ജോലി ശരിയാക്കി തരാം. കല്യാണം ആയില്ല എന്ന് ചോദിക്കുന്നവരോട് പറയാം ഇല്ല ചേട്ടാ കല്യാണം ഒന്നും ആയില്ല, എനിക്ക് കല്യാണം ശരിയാക്കി തരാം. സ്നേഹം കൊണ്ടാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെങ്കിൽ അവരതിന് ഡിഫറെൻറ്റ് അവർ ശരിയാക്കി തരട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരില്ല. അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു തോട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ